കോഴിക്കോട് വിജിലൻസ് റേഞ്ച് എസ്പിയുടെ കാറിന് പിന്നിൽ സ്വകാര്യ ബസ് ഇടിച്ച സംഭവത്തിൽ ബസ് ഡ്രൈവർ കുന്നമംഗലം സ്വദേശി ബിജീഷിനെതിരെ പോലീസ് കേസെടുത്തിരുന്നു. ഒരു എസ് പിക്ക് ഉണ്ടായ അവസ്ഥ എന്താണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥ എന്താ? ഇത് കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് നടന്നൊരു സംഭവമാണ്. കോഴിക്കോട് വിജിലൻസ് എസ് പിൻ്റെ വാഹനത്തിൻ്റെ ബാക്കിലാണ് ബസ് കൊണ്ട് ഇടിച്ചിട്ടുള്ളത്. ഇത് പോലീസിൻ്റെ വാഹനമാണ്, പോലീസിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ വാഹനമാണെന്ന് അറിഞ്ഞിട്ടും മനഃപൂർവ്വം ഒരുപാട് തവണ ഹോൺ അടിക്കുകയും അതിൻ്റെ പിന്നിൽ അത്രയും ഗ്യാപ്പില്ലാത്ത രീതിയിൽ വാഹനം കൊണ്ടുപോയി വെക്കുകയും ബ്രേക്ക് ചെയ്യുകയും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷമാണ് കൊണ്ടുപോയിട്ട് ഇടിക്കുന്നത്. ഇത് ശരിക്കും മനഃപൂർവ്വം ഇടിച്ചതുപോലെ തന്നെ ഉണ്ട് ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. മുന്നിലുള്ള വാഹനം എപ്പോഴും ബ്രേക്ക് ചെയ്യാം, അപ്പോൾ അതിനനുസരിച്ച് എത്ര ഡിസ്റ്റൻസിൽ വാഹനം കീപ്പ് ചെയ്ത് പോകണം എന്നൊക്കെ നമ്മൾ ലൈസൻസ് എടുക്കുന്ന സമയത്ത് പഠിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു റൂൾസ് പോലും ബ്രേക്ക് ചെയ്തുകൊണ്ട് വാഹനങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് ഹോൺ അടിച്ച് വിജിലൻസ് എസ് പിൻ്റെ വാഹനത്തിൻ്റെ ഒക്കെ ബാക്കിൽ ഇടിക്കാൻ മാത്രമുള്ള ധൈര്യവും കാര്യങ്ങളും ഈ ബസ് ഡ്രൈവർമാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സാധാരണ ജനങ്ങളൊക്കെ അവസ്ഥ എന്താണ്? ഒരു ബൈക്കിലൊക്കെ യാത്ര ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബസ് ഇടിച്ചാൽ എത്രത്തോളം പരിക്ക് പറ്റും? എല്ലാ ബസ് ഡ്രൈവർമാരെയും അല്ല പറയുന്നത്, എന്നാലും ഒരുപാട് നമ്മൾ റോഡുകളിൽ കാണുന്നതാണ് ബസ്സുകൾ മരണപ്പാച്ചിൽ വായുന്നത്. ഇന്നലെ ഒരു വീഡിയോയിൽ കണ്ടു, ഒരു ബസ് ഒരു ട്രാക്കിലൂടെ പോകുന്നുണ്ട്, അപ്പോൾ അത് ഓപ്പോസിറ്റ് ട്രാക്കിൽ മറ്റൊരു ബസ് ഓവർടേക്ക് ചെയ്ത് വന്നിട്ട് ഒരു കാറുകാരൻ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി സൈഡിലോട്ട് എടുത്തതിന് ശേഷം അത് പോസ്റ്റിൽ ഇടിച്ചിട്ടാണ് നിന്നിട്ടുള്ളത്. അപ്പോൾ ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ മാത്രമല്ല, എല്ലാ വാഹനം ഓടിക്കുന്ന ആളുകളും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. നമ്മളെ കുറച്ച് സമയത്തെ തിരക്ക് പലരുടെയും ജീവൻ അപകടത്തിലെത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്.